ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കല്യാണ വീഡിയോ ആണ്. അപ്പോൾ രണ്ട് സൈഡിലെയും ഹൈലൈറ്റ് വീഡിയോസ് ഇൻകോപ്പറേറ്റ് ചെയ്ത് ഒറ്റ വീഡിയോ ആക്കിയതാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെട്ടോളൂ. അനന്തു മുരളി ടിൻഡു എന്ന് വിളിക്കും. ഇനി എൻ്റെ അമ്മയും അച്ഛനും ചേട്ടനെയൊക്കെ പരിചയപ്പെടാം. എൻ്റെ ചേട്ടനാണിത്. 10 വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട് ഞങ്ങൾ തമ്മിൽ. പുള്ളിയുടെ പേര് ശ്യാമെന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ശശികുമാർ, അമ്മയുടെ പേര് ലതിക ശശികുമാർ. അപ്പോൾ എൻ്റെ മേക്കപ്പിൻ്റെ കാര്യങ്ങളും എൻ്റെ ഡ്രസ്സ്, കോസ്റ്റ്യൂം എല്ലാത്തിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം ഇതിൽ നമ്മൾ പാട്ടിട്ട് കഴിഞ്ഞാൽ എന്തായാലും കോപ്പിറൈറ്റ് വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ സൈഡിലെ വീഡിയോ ആൻഡ് ഫോട്ടോഗ്രാഫി കൊടുത്തിട്ടുണ്ടായിരുന്ന ടീം പാർട്ടി ലവേഴ്സ് ആയിരുന്നു. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ഔട്ട്പുട്ടിലെല്ലാം. സോ ഇനി വരാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സൈഡിലുള്ള വീഡിയോസാണ്. അത് ഇൻലൈറ്റ് സ്റ്റുഡിയോ പതാരമായിരുന്നു ആ ടീം. അവരും പക്ക ആയിരുന്നു. നമ്മുടെ ഔട്ടെല്ലാം അടിപൊളിയായിരുന്നു. അപ്പം ടിനുവിൻ്റെ എല്ലാം കുറച്ച് ഇൻട്രോ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യമേ വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ അവിടെ വന്നിട്ട് മണ്ഡപത്തിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ലുക്ക്, അതായത് ഞങ്ങൾ കൊല്ലം സൈഡിൽ കല്യാണത്തിന് ഉടുക്കുന്നത് നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിലെ സാരിയാണ്. ഇത് എൻ്റെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തന്ന മന്ത്രകോടിയാണ്. ഗ്രീൻ ആൻഡ് ഒരു ഓറഞ്ച് ഷെയ്ഡാണ്, പാരറ്റ് ഗ്രീൻ ആൻഡ് ഓറഞ്ച്. അത് ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കുറച്ച് കളർ ചേഞ്ച് തോന്നുന്നുണ്ട്. എങ്കിലും നേരിട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. നമ്മുടെ സാരി പർച്ചേസ് കംപ്ലീറ്റ് RK കൊല്ലത്തു നിന്നായിരുന്നു. ടിൻഡുവിൻ്റെ ഡ്രസ്സസ് ആണെങ്കിലും എല്ലാം. അപ്പം കല്യാണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. റിസപ്ഷനൊക്കെ സെപ്പറേറ്റ് വേറെയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നത്തെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമുക്ക് എൻ്റെ ഇൻലോസിനെ, അതായത് ടിൻഡുവിൻ്റെ ഫാമിലിയെ പതുക്കെ പരിചയപ്പെടാം. ആദ്യം തന്നെ ടിൻഡുവിന് 2 ചേട്ടന്മാരാണുള്ളത്. മൂത്താളുടെ പേര് അരുൺ മുരളി, വൈഫിൻ്റെ പേര് സ്വപ്ന, 2 കുഞ്ഞുങ്ങളുണ്ട്, ശിവാംഗി ആൻഡ് അൻവി. പിന്നെ രണ്ടാമത്തെ ചേട്ടൻ്റെ പേര് അഖിൽ മുരളി, ചേച്ചിയുടെ പേര് രാഖി, കുഞ്ഞിൻ്റെ പേര് വേദ. അപ്പോൾ അച്ഛനും അമ്മയാണ് ഇത്, മുരളീധരൻ പിള്ളെ ആൻഡ് ഉഷാകുമാരി. അപ്പം ഇത് ഫുൾ ഫാമിലിയാണ് ഞാൻ വരുന്നതിന് മുന്നേ ഉള്ളത്. ഇപ്പം ഞാനും അൻവിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. മൂത്ത ചേട്ടനും ഫാമിലിയാണ്, ഇത് രണ്ടാമത്തെ ചേട്ടനും ഫാമിലിയാണ്. അപ്പം എല്ലാവരും വന്ന് ടിൻഡുവിൻ്റെ രാവിലത്തെ കുറച്ച് നല്ല ഷോർട്സ് ഉണ്ട്. നമ്മുടെ വീഡിയോയുടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ വീടിനെ യൂട്ടിലൈസ് ചെയ്തെടുത്ത വീഡിയോ ആയിട്ട് എനിക്ക് നല്ലോണം തോന്നി. അത്യാവശ്യം നല്ല ഒരു ഔട്ട് തന്നെയാണ് കിട്ടിയത്. എനിക്ക് പേഴ്സണലി സേവ് ദ ഡേറ്റ് വരുവാണെങ്കിൽ എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള പാട്ടിൽ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്നത് ഒരു അസ്തറ്റിക് വൈബാണെങ്കിൽ ഇവിടുത്തെ ഭയങ്കര കാഷ്വലായിട്ടുള്ള ഒരു സേവ് ദ ഡേറ്റ് ആയിരുന്നു. അപ്പം രണ്ടും രണ്ട് രീതിയിലും എനിക്ക് ഫേവറേറ്റ് ആണ്. ഇപ്പം തറവാട് ഓഡിറ്റോറിയം ഭരണിക്കാവിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റേജ് ഡെക്കറേഷൻ ടീം അത്യാവശ്യം ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ഘോഷങ്ങളൊന്നും ഇല്ലാതെ മിനിമലായിട്ടാണ് ചേട്ടന് പറഞ്ഞതുപോലെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം എൻ്റെ മേക്ക് ഓവർ ചെയ്തത് അഷ്ടമുടി കൊല്ലം സലൂണിൽ നിന്നായിരുന്നു. വീട്ടിൽ വന്ന് ഒരുക്കിയായിരുന്നു ചെയ്തത്. കാരണം എനിക്ക് ട്രാവൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ടിൻഡുവിനെ എതിരേക്കാനൊക്കെയുള്ള സമയമാകുന്നുണ്ട്. അതായത് ചെക്കനെ പെണ്ണിൻ്റെ വീട്ടുകാർ എതിരേക്കും. അമ്മാവി തട്ടം എടുത്ത്, എൻ്റെ അമ്മാവിമാർ 3 പേരാണ്. 3 പേരിൽ 2 പേര്, ഒരാൾ തട്ടം എടുത്തു, ഒരാൾ വിളക്ക് പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പം ആങ്ങളമാരെല്ലാം കൂടെ ചന്ദനം തൊട്ട് കൊടുക്കുകയും കുറിയിടുകയും കാല് കഴുകുകയും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് എതിരേറ്റുകൊണ്ട് വരുന്ന താലപ്പൊലി സംഘം എൻ്റെ കൂട്ടുകാരും എൻ്റെ കസിൻസുമാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബ്രദറും ഒരു ഫ്രെയിമിൽ എന്തൊക്കെയോ അഭിനയിച്ച് തകർക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടിൻഡു നിശ്ചയത്തിന് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. എന്തോ വല്ലാതെ വിയർത്തൊഴിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പക്ഷേ ടിൻഡുവിന് താലി കെട്ടുന്ന സമയം വരെ കല്യാണത്തിൽ ഭയങ്കര കാമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താലി കെട്ട് കഴിഞ്ഞതിന് ശേഷം ടിൻഡു ഭയങ്കര ഓക്കെ ആയിട്ടായിരുന്നു ഇരുന്നത്. അപ്പം ചേട്ടന്മാരുടെ മക്കളാണ്. എൻ്റെ ചേട്ടനൊരു കുഞ്ഞുവാവയുണ്ട്, അവളുടെ പേര് ഇഹേന്നാണ്, ഞങ്ങളുടെ ഗായു. അപ്പം എന്നെ എതിരേറ്റുകൊണ്ട് വരികയാണ്. എൻ്റെ പൂപ്പന്തലൊക്കെ പിടിക്കുന്നത് എൻ്റെ 4 കസിൻസാണ്. എൻ്റെ വല്യമ്മയുടെ മക്കളും എൻ്റെ മാമന്മാരുടെ മക്കളും ഒക്കെയാണ്. എൻ്റെ മാമന്മാരും കൊച്ചച്ഛനും ഒക്കെയാണ് പുറകെ വരുന്നത്. അപ്പം വന്ന് നമ്മൾ മണ്ഡപത്തിൽ കയറുന്നത് അച്ഛൻ പിടിച്ച് കയറ്റുകയാണ്. ടിനുവിൻ്റെ മുഖഭാവങ്ങൾ നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിക്കോ. അപ്പം അച്ഛൻ താലി എടുത്ത് കൊടുക്കുന്നു. അവൻ താലി എന്തോ ഇട്ടിട്ട് ഒരു പോക്കാണ് പോയത്. എനിക്കൊന്ന് അത്രയും ടെൻഷൻ കയറി എന്തെങ്കിലും ചെയ്തതായിരിക്കും. എന്തായാലും പിന്നെ എല്ലാവരും പറഞ്ഞ് ചേച്ചിയാണ് പിന്നെ കെട്ടി നല്ലോണം ആക്കി തന്നത്. പിന്നെ മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത്. മാലയുടെ കാര്യം പ്രത്യേകം എടുത്ത് പറയണം. അടിപൊളി പൂമാലയായിരുന്നു. എനിക്ക് വെയിറ്റും കാര്യങ്ങളും ഒന്നും തോന്നിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ റിങ് എക്സ്ചേഞ്ച് എൻഗേജ്മെൻറ്റിനും ഉണ്ടായിരുന്നു, അതുപോലെ കല്യാണത്തിനും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മന്ത്രകോടി വാങ്ങിക്കുകയാണ്. മന്ത്രകോടിയിൽ നമുക്ക് സെറ്റും മുണ്ടും കൂടെ വെച്ചാൽ തരുന്നത്, കുങ്കുമച്ചപ്പും അതും ഇതൊക്കെ ആയിട്ട്. അങ്ങനെ സിന്ദൂരം വലം വെച്ച് വന്ന് സിന്ദൂരമൊക്കെ ഇട്ടിപ്പിച്ച് തന്നു. പിന്നെ ഇതായിരുന്നു എൻ്റെ മന്ത്രകോടി. ഒരു പാരറ്റ് ഗ്രീൻ ആൻഡ് ഓറഞ്ച് ഷെയ്ഡാണ്. അങ്ങനെ പൊതുവേ കണ്ടിട്ടില്ലാത്തൊരു
കോംബോ ആയിരുന്നുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ കാണുന്നതിൽ നല്ല ഒരു ഷെയ്ഡ് തന്നെയാണ്. 3 ലുക്കും എനിക്ക് ഫേവറേറ്റ് ആണ്. അപ്പോൾ അച്ഛൻ എന്നെ എന്നേക്കുമായിട്ട് ടിൻഡുവിൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. നോൺ റിട്ടേൺ പോളിസി എന്ന് പറയുന്നത്. എൻ്റെ ഒരു മാമിയാണ് ആ ഫ്രെയിമിൽ കണ്ടത്, എൻ്റെ മൂന്നാമത്തെ അല്ല എൻ്റെ 2ാമത്തെ മാമി. അപ്പം പിന്നെ കുറച്ച് ഫാമിലി പിക്കും കാര്യങ്ങളൊക്കെ ചേട്ടന്മാരും എൻ്റെ ചേട്ടനും അമ്മയും അച്ഛനും എല്ലാവരും വെച്ചിട്ടുള്ള കുറേ പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഈ ജനറേഷനിലുള്ള മരുമക്കൾ ആൻഡ് മക്കൾ ടീംസ്. കുഞ്ഞു അവളും ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നല്ലതായിരുന്നു. ഞാൻ കല്യാണത്തിൻ്റെ ദിവസം ഫുള്ള് കാമായിരുന്നു എന്ന് ചോദിച്ചാൽ, അമ്മ മണ്ഡപത്തിൽ കയറുന്ന സമയത്ത് അമ്മയുടെ കണ്ണ് നിറയുന്നത് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി. പിന്നെ പോകാനിറങ്ങുന്ന സമയത്ത് ആ പരിസരത്തുണ്ടായിരുന്ന സർവ്വമാന മനുഷ്യരെയും വിളിച്ച് നിർത്തി കരയിച്ചിട്ടാണ് പോയത്. എൻ്റെ അമ്മ കരച്ചിലിൻ്റെ മെയിനാണ്. അപ്പോൾ അമ്മ കരയുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ അതിലും കരഞ്ഞു. വന്ന് കയറുന്നവരെയും എനിക്ക് ആ സങ്കടം നിൽക്കുമായിരുന്നു. എനിക്ക് റിസപ്ഷൻ ആയിക്കോട്ടെ, ഞങ്ങളുടെ റിസപ്ഷന് പോലും ആ സങ്കടം മാറാതായിപ്പോയി. പിന്നെ അവിടെ നിന്ന് പാട്ടും കോശമായിട്ടാണ് വീട്ടിലേക്ക് വന്നു കയറിയത്. അങ്ങനെ വിളക്കൊക്കെ തന്ന് നമുക്ക് വളയിടയിൽ കാര്യങ്ങളും പാൽ കുടിക്കൽ അതുപോലുള്ള ചെറിയ ചെറിയ റിച്വൽസ് ഒക്കെ ഉണ്ട് ഈ കൊല്ലം സൈഡിൽ. നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം അതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത് തന്നെ നമ്മുടെ അടുത്തുള്ള സ്ഥലത്തൊക്കെ പോയി ചെറിയ ഈ ഒരു സെക്കൻഡ് ലുക്ക് അല്ലെങ്കിൽ സെക്കൻഡ് സാരിയിലുള്ള വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങളോട് എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ അറിയാവുന്ന എൻ്റെ ബ്രൈഡൽ ബ്ലൗസസ് സെറ്റും മുണ്ടും എൻ്റെ ഫസ്റ്റ് സാരിയുടെ ബ്ലൗസും ഞാൻ കൊടുത്തിരുന്നത് കരുനാഗപ്പള്ളിയിൽ ബട്ടൺ ഹോൾസിലായിരുന്നു. പക്കായിരുന്നു എന്ന് പറഞ്ഞാൽ പക്കായിരുന്നു. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിട്ട് എൻ്റെ മന്ത്രകോടി സ്റ്റിച്ച് ചെയ്തത് പേരെടുത്ത് പറയുന്നില്ല. കാരണം കരുനാഗപ്പള്ളി റെയിൽവേ ക്രോസിൻ്റെ അടുത്തുള്ള ഒരു കടയാണ്. കൊണ്ടുപോയി കൊടുക്കരുത്, നശിപ്പിച്ച് കൈ തരും. വർക്കൊക്കെ ഓക്കെ ആയിരുന്നു, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു. പക്ഷേ ബ്ലൗസിൻ്റെ ഫിറ്റിങ്ങും എൻ്റെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിപ്പോയി. കണ്ണ് കെട്ടാതിരിക്കാൻ പറ്റിയതുപോലെ ആയിപ്പോയി. പിന്നെ വീട്ടിൽ തന്നെ ആയിരുന്നു, നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു വൈകുന്നേരമുള്ള ഫംഗ്ഷന്. അപ്പം ഇതായിരുന്നു സ്റ്റേജ് ഡെക്കോറ്. അടിപൊളിയായിരുന്നു. ടിൻഡുവിൻ്റെ ഒരു ഫ്രണ്ടാണ് ഇതിൻ്റെ പക്ക ഇതെല്ലാം ചെയ്തത്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. എൻ്റെ ഈ ഡ്രസ്സ് ഞാൻ നിയാസ് ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് കുറച്ച് സെൽഫ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തതായിരുന്നു. അത്യാവശ്യം അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഔട്ട്. പിന്നെ ടിൻഡുവിൻ്റെ ഡ്രസ്സ് ഫുൾ ആർക്കിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ടിൻഡുവിൻ്റെ കസിൻസും ഫാമിലിയും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. പിന്നെ എൻ്റെ വൈകുന്നേരം ഈ റിസപ്ഷൻ്റെ മേക്ക് ഓവർ ചെയ്തിട്ടുള്ളത് നില ബ്യൂട്ടി പാർലർ ഭരണിക്കാവിന്നായിരുന്നു. പിന്നെ വാട്ടർ DJ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. ഞാൻ കുറച്ചൊന്ന് ആക്റ്റീവ് ആയെങ്കിലും പക്ഷേ എനിക്ക് ആ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ടിന്നുവിൻ്റെ ഒരു കസിനായിരുന്നു ആ ഡാൻസൊക്കെ കാണും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.